ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കായും ചേമ്പും മുട്ടയും കൂടെ അവിയൽ. അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പൊഴിച്ച് കൊടുക്കാം. ഉപ്പൊഴിച്ച് തീ കത്തിക്കാം. അടച്ചിട്ട് കൊടുക്കാം. അതവിടെ ഇരുന്ന് വേവണ നേരത്തിന് അരച്ചെടുക്കാം. അപ്പം അവിയലിന് അരയ്ക്കണത് മിക്സി ജാർ കഴുകി വെച്ചിട്ടുണ്ട്. അതിലോട്ട് സാധാ അരയ്ക്കും കണക്ക് തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, മുളക് ഇതെല്ലാം കൂടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ശകലം വെള്ളം ഒഴിക്കാം. ലേശം വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇടാം. അത് ഒരുമിച്ച് കിടന്നങ്ങ് വരും. ഇതിലോട്ട് ഇടണം. ഇതിൽ ചേമ്പിട്ടായിരുന്നു. ചേമ്പും കായും കൂടെയാണ് ഇട്ടത്. അപ്പം ഇനി ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് വെള്ളം ഒഴിച്ചങ്ങ് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ച് അവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരത്തിന് അടുത്തത് മീൻ ഫ്രൈ ഉണ്ടാക്കാം. ഇന്ന് കണ്ണൻ കൊഴിയാള മീനാണ്. വേണ്ട ഇതിൽ ചേർത്തിരിക്കണത്. ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പും. തക്കാളി പേസ്റ്റ് തക്കാളി തൊലി ചെത്തിയതിന് ശേഷം 2 തക്കാളി മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് വേറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഫ്രൈ ആക്കാം. ഈ നമ്മൾ തക്കാളി എപ്പോഴായാലും മീനിലായാലും എടുക്കുമ്പോൾ അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവും. അപ്പം മിക്സിയുടെ ജാറല്ല, സോറി, ചട്ടി എടുക്കാം. ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി അത് ചൂടാവുന്ന നേരത്തിന് എണ്ണ ഒഴിക്കാം. ഇത് വലിയ ഒരു മീനാണ് പൊരിക്കണത്. അപ്പോൾ അതിൻ്റേതായ രീതിക്ക് എണ്ണ വേണം. അതിൽ ഇല്ലെങ്കിൽ മൂക്കാൻ പാടാണ്. ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ഒന്ന് മൂക്കട്ടെ. ശേഷം ഇപ്പം എണ്ണ മൂത്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളെ മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തീ കുറച്ച് ഇടാം. എല്ലായിടത്തും എണ്ണ വരണില്ല കേട്ടോ, പറഞ്ഞാൽ നല്ല എണ്ണ വേണം. അപ്പം ഇത്തിരി ഒന്നായതിന് ശേഷം നമുക്ക് ഈ കരിവേപ്പില മുകളിലോട്ട് വെക്കാം. പൊടി ഉണ്ടായിരുന്നു. മമ്മി എന്താ ഒരെണ്ണം ഇട്ടത്? മീന് 3 കണ്ണക്കഴിയാളുണ്ടായിരുന്നു. വിചാരിച്ച് 2 കറി വയ്ക്കാം. എനിക്ക് തല തന്നാൽ മതി. ഓ, തലയും 3 ഇതാണ്ട മറിച്ചിട്ടെങ്കിൽ ഇനി ഇത് നോക്കണം. കാണിച്ചു മറിച്ചിട്ടത്. അപ്പം ഇനി കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഊരിയിട്ട് കൊടുക്കാം. ഇത് കിടന്ന് മൂക്കട്ടെ. അപ്പം ആ നേരത്തിന് എന്ത് ചെയ്യാം, അവിയൽ എന്തായാലും നോക്കാം. ഇത് വറ്റിയില്ല, അവിയൽ വേവുന്നുണ്ട്. ഈ മീനിതാ കണ്ണൻ കൊഴിയാള മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കറി വയ്ക്കുക. നമ്മൾ സാധാ തിരുവനന്തപുരം സ്റ്റൈലിൽ തന്നെ തേങ്ങ അരച്ചിട്ട് വയ്ക്കാമെന്ന്. പുളി എന്നും വേണ്ട. അതാ ഞാൻ പച്ച ഉലുവ വറുത്തതില്ല, അതുകൊണ്ട് ഞാൻ പച്ച ഉലുവയാണ് ചേർക്കണത്. ഉലുവ ചേർത്ത് അടുത്തത് കണ്ടോ തക്കാളി, പച്ചമുളക്, കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, പുളി ഇതെല്ലാം കൂടെ മിക്സിയിലോട്ടിട്ട് ജാറിലോട്ടിട്ട് അരച്ചു കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ഇത്തിരി തോനെ എടുത്തു കേട്ടോ. പിന്നെ കണ്ണക്കൊഴിയാളല്ലേ, അപ്പം അതിന് മല്ലിപ്പൊടി വേണം. എന്നിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെള്ളം എടുക്കണ കാര്യം പാടായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ പൈപ്പിന് കംപ്ലൈൻ്റ് ആണ്. പോണത് പൈപ്പ് ശരിയാകുന്നില്ല പറഞ്ഞിട്ട് ഇത് സംസാരിച്ചില്ല. ഓണർ ഈസ് ആൻ ഇറസ്പോൺസിബിൾ ഫെലോ. ഇതാ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കൊന്ന് അരച്ചെടുക്കാം. പോയി അരച്ചെടുക്കാം. വെള്ളം പിടിക്കാൻ മതി. ഈ പുളി ഞാൻ ഇത് ചേർക്കണം. ഞാൻ പുളി തോടോടെ വാങ്ങിച്ച് കുത്തിയതാണ്, അതുകൊണ്ട് ഇത് പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കുരു മൊത്തം എടുത്ത് കളഞ്ഞ് ഞാൻ ഒരു ബക്കറ്റ് പുളി കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴ് ഇതിലേക്ക് ഒഴിച്ച് ഇനി ഉപ്പൊഴിച്ച് കൊടുക്കാം. ഉപ്പൊഴിച്ച് കൊണ്ടാൻ നോക്കട്ടെ. കുഞ്ഞി കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നാ ചൂടല്ലേ ഇത്, മനസ്സിലായ? മറ്റാണ് ഉപ്പ് ഉണ്ടാകുന്നു. ഉപ്പ് വേണമെങ്കിൽ പറയാം. എനിക്കുണ്ട്. അങ്ങനെ പറയരുത്. ഇവിടെ ഉണ്ട്. കറി കുറച്ച് മതി. ചക്കലെന്താണ് കഴുകി ജാർ കഴുകി വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇനി ഒരു വേലയും കൂടെ ഉണ്ട്. ട്രിക്ക് നമ്മൾ മീൻ പൊരിക്കാനായിട്ട് തക്കാളി എല്ലാം വിരവിയല്ലോ, അപ്പം അതിൻ്റെ പേസ്റ്റ് ഉണ്ട്, തക്കാളി പേസ്റ്റ്. ഓൾറെഡി തക്കാളി ഇട്ടില്ലേ? ഇത് നല്ലതാണ് പേസ്റ്റ് ആക്കിയിട്ട. ഇത് സൂപ്പർ കറിയാണ്, ഈ പൊളിയാണ്. അതാണ്ട് ആ പേസ്റ്റും മുളക് പൊടി എല്ലാം കൂടെ വന്നത്. അടിപൊളി കറിയാണ്. മീൻ കറിയും പിന്നെ ചേമ്പ് മുട്ടയിട്ട അവിയലും നമ്മളെ കണ്ണൻകുഴിയാള മീൻ അടുപ്പിൽ കിടന്ന് രണ്ടുപേരും കൂടെ അടി കൂടോടെ. എനിക്ക് വേണ്ട. അങ്ങനെ അവിയൽ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇറക്കാൻ നേരത്താണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത്. അവിയൽ റെഡിയായി. ഇനി അടച്ചിട്ട് കൊടുക്കാം. ഈ അടുപ്പിലോട്ട് മീൻ കറി വെച്ച് കൊടുക്കാം. മീൻ കറി അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മീൻകുട്ട എന്തായെന്ന് നോക്കാം. കണ്ണൻ കൊഴിയാളാം. മറിച്ചിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ മറിഞ്ഞു പോലും വരണില്ല. മറിഞ്ഞു പാടേ. മൂത്തില്ലടേ എൻ്റെ സൈഡ്. ഇവിടെ മൂക്കണ്ടേ? എനിക്ക് തല മതി. തല അല്ല, ഇത് കുറച്ചുകൂടെ മൂക്ക. എന്ത് പറഞ്ഞാലും എത്ര മൂപ്പിച്ചാലും ഈ മീൻ മൂക്കാൻ ഭയങ്കര പാടാണ്. നല്ല എണ്ണ വങ്കട മീൻ, അങ്ങനത്തെയൊക്കെ വലിയ മീനുകൾ, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടണം. ഒന്ന് മൂക്കട്ടെ കുറച്ചുകൂടെ. ഇട്ടതിന് ശേഷം കാണാം. മീൻ കറി റെഡിയായി. ഇത് പിയണിക്ക് പയറും കൂടെ ഇട്ട് ഉടച്ച് വെച്ചത്, അവിയൽ, മീൻ ഫ്രൈ. ഇന്നത്തെ ലഞ്ച് സെറ്റായി. ടാറ്റാ.